ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു വലിയൊരു പ്ലാനിംഗ് ഒന്നും ഇല്ലാത്ത ഒരു നൈറ്റ് ഔട്ട്. ഞാനും എന്റെ ഫാമിലിയും കൂടി കാലിക്കറ്റ് ബീച്ചിലേക്കാണ് പോകുന്നത്. നോമ്പ് തുറന്നതിന് ശേഷം വെറുതെ ഒന്ന് പ്ലാൻ ചെയ്തതാണ് നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് എത്താൻ 1 hour യാത്ര. ഇവിടെ നമ്മൾ പോണ ഒരു ചടപ്പ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര തൊണ്ടായത് ബൈപ്പാസ് എത്തിയപ്പോ സാധാരണത്തെ അത്ര തിരക്ക്. നോമ്പ് തുടങ്ങിയാൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കോഴിക്കോട് പോകുന്ന സമയത്ത് മഴ പെയ്യോന്നൊരു പേടി നമുക്ക് ഉണ്ടായിനി. എന്തുകൊണ്ടോ മഴ കോഴിക്കോട് എന്താണെന്നും എങ്ങനെയാണെന്നും എല്ലാവർക്കും അറിയണതല്ലേ. കോഴിക്കോടിനെ കുറിച്ച് ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് എളുപ്പം ഉത്തരം കിട്ടും. ഒരുപാട് ദൂരമുള്ളവരും കോഴിക്കോട് കാണാൻ വരലുണ്ട്. പോകണ വൈക്കാട്ടോ ഭാസ്കരേട്ടന്റെ സർബത്ത് കട ഉണ്ട്. ഇവിടുത്തെ സർബത്ത് ഭയങ്കര ഫേമസ്. ഇവിടെ വണ്ടി നിർത്താൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ ഇവിടെ കയറി. കോഴിക്കോടിന്റെ ആദ്യത്തെ പേര് കാലിക്കറ്റ് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ കോഴിക്കോട് ഇവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം. വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോയത്. ഈ ബീച്ചിലൊക്കെ പോകുമ്പോൾ നമ്മളെ പോലെ തന്നെയാണ് കേട്ടോ നമ്മളെ കുട്ടികളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കോഴിക്കോട് ഫേമസ് ആവാനുള്ള കാരണം ഇവിടുത്തെ ഭക്ഷണവും കടൽ തീരുമാണ്. സിറ്റി ഓഫ് സ്പൈസസ് എന്ന പേരിലും കോഴിക്കോടിന് അറിയപ്പെടലുണ്ട്. ഭക്ഷണ പ്രേമികൾക്ക് ഇതൊരു സ്വർഗം തന്നെയാണ്. ഇവിടുത്തെ ബിരിയാണി, ഇവിടുത്തെ ഹലുവ ഒക്കെ ഭയങ്കര ടേസ്റ്റ്. ഒരു 1ാം ക്ലാസ് മുതൽ ഒരു 5ാം ക്ലാസ് വരെ നമ്മളെ സ്കൂളിൽ നിന്ന് ട്രിപ്പ് കൊണ്ടില്ലേ കോഴിക്കോട് തന്നെ. അന്ന് നമ്മൾ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കും കോഴിക്കോട് തന്നെ എന്തിനാ പോണേ. നമുക്ക് കോഴിക്കോട് എന്താന്ന് അറിയാനുള്ള ബുദ്ധിയൊന്നും ഇല്ലേനി, ചെറിയ കുട്ടികളേനി. ഇവിടെ ഇപ്പൊ കാർണിവലൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ എൻഗേജ്ഡ് ആക്കാൻ നല്ലൊരു ഐഡിയ. ഇവിടുത്തെ കടൽക്കാറ്റിനൊക്കെ ഭയങ്കര ഫീലാണ്. കടൽ ഉൾവലിഞ്ഞു പോയോണ്ട് തന്നെ കടൽക്കാറ്റുള്ളൂ. ഇപ്പൊ കടലിൽ ഫാമിലിനെയും കൊണ്ടുവന്ന അവിടെ എക്സ്പെൻസ് കുറച്ച് കൂടുതലാണെന്നാണ് പറയുന്നത്. എന്നാലും നമുക്കതൊരു വൈബ് തന്നെ. കോഴിക്കോടിന്റെ ഈ ഒരു വൈബ് ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവും. ഇതുപോലുള്ള ചെറിയ ട്രിപ്പുകളാണ് ഫാമിലി ബോണ്ടിങ് കൂടുതൽ സ്ട്രോങ് ആക്കുക. ഇതിന് വലിയ പ്ലാനിംഗ് ഒന്നും വേണ്ട, ചിലവഴിക്കാൻ സമയം കണ്ടെത്തിയാൽ ഇവിടെ വന്നാൽ പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാതെ ആരും പോവലില്ല. പല വെറൈറ്റീസ് ഓഫ് ഫുഡാണ് ഇവിടെ വന്നാൽ കിട്ടുന്നത്. നോമ്പ് തുറന്ന് വന്നതായോണ്ട് തന്നെ നമുക്ക് അധികം ഫുഡൊന്നും അവിടുന്ന് കഴിക്കാൻ കഴിഞ്ഞു. അവിടുത്തെ കടൽ തീരൊക്കെ ആസ്വദിക്കാനാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം ചെലവഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകാം. വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാത്ത നൈറ്റ് ഔട്ടിംഗ് ആണെങ്കിലും വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞങ്ങൾക്ക്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വ്ളോഗിൽ വരാം. അപ്പൊ ഓക്കെ, ബൈ.